ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയെ അപമാനിച്ച രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചതാണ്. നിരവധി സ്ഥലങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ പെൺകുട്ടിയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുമാണ് ഷെയർ ചെയ്തത്. ഇപ്പോഴിതാ രാഹുൽ ഈശ്വർ അറസ്റ്റിലായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഓഡിയോ ആശ്വനീതി ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ്. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 മണിക്കാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ വകുപ്പുകളൊക്കെ തന്നെയാണ് ആദ്യം ചുമത്തിയിരുന്നത്. എന്നാൽ നിലവിലിപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് കൂടി ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BNS പ്രകാരം 75(3) വകുപ്പ് കൂടി ചേർത്ത്, അതായത് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തി എന്നതുകൂടിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത്. ഈ വകുപ്പ് കൂടി ചേർത്ത് ജാമ്യമില്ലാത്ത ഈ വകുപ്പുകൾ കൂടി ചേർത്താണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഇവിടെ തന്നെ തുടരും എന്നുള്ളതാണ്. ഇവിടെ കസ്റ്റഡിയിൽ തന്നെ, പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഇന്ന് തുടരും. നാളെ രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ നിലയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തി എന്ന പരാതി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ അതിജീവിത സൈബർ സെല്ലിന് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. വലിയ നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള പരാതി ഇന്നലെ വൈകിട്ടോടെയാണ് അതിജീവിത നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി ഈ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആദ്യഘട്ടത്തിൽ ആരുടെയെങ്കിലും പേരിലല്ല, ചില URL ലിങ്കുകളും അത് സംബന്ധിച്ച് ചില യൂട്യൂബുകളും ഒക്കെ ആ നിലയിലാണ് കേസ് ആദ്യം എടുത്തിട്ടുള്ളത്. പിന്നീട് അത് നിയന്ത്രിക്കുന്ന ആളുകളെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വറിനെ വൈകിട്ട് 5 മണിയോടുകൂടി പൗടിക്കോണത്തുള്ള വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിനുശേഷം രാഹുൽ ഈശ്വറും ഭാര്യയും നന്ദാവനം AR ക്യാമ്പിലെത്തുകയും പിന്നീട് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ രാത്രിയോടുകൂടി തൈക്കാടുള്ള സൈബർ സെൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഏതായാലും വളരെ നിർണായകമായ ഒരു വിവരമാണ്. നേരത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ രാഹുൽ ഈശ്വറിനെ വിട്ടയക്കുമെന്നുള്ള നിലയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ രാഹുൽ ഈശ്വർ തുടരും. കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിലുള്ള തീരുമാനം. ശ്രീനിധി. തീർച്ചയായും കമലേഷ്, അതിവേഗ നടപടിയിലേക്കാണ് സൈബർ പോലീസ് കടന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പെൺകുട്ടി പരാതി നൽകിയ അന്ന് മുതൽ പെൺകുട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വ്യക്തിഹത്യ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു പങ്കാളി കൂടിയായിരുന്നു രാഹുൽ ഈശ്വർ. അങ്ങനെയുള്ള രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കമലേഷ്. തീർച്ചയായും ശ്രീനിധി, വലിയ നിലയിൽ, അതായത് ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെ വലിയ നിലയിലുള്ള അധിക്ഷേപങ്ങളാണ് ഈ യുവതിക്കെതിരെ, അതിജീവിതയ്ക്കെതിരെ ഉണ്ടായിരുന്നത് എന്നതാണ്. വലിയ നിലയിൽ അവരുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ വെളിവാക്കുന്ന നിലയിലേക്ക്, അവരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക്, അവർക്ക് അവരുടെ സ്വഭാവഹത്യ നടത്തുന്ന നിലയിലേക്കുള്ള വലിയ പരാമർശങ്ങൾ, വലിയ പ്രചരണം വലിയ നിലയിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രധാനമായും കോൺഗ്രസ് ഹാൻഡിലുകൾ നിയന്ത്രിക്കുന്ന ചില സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ, അതായത് ഈ പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന നിലയിലേക്കുള്ള വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇവരെ സ്വഭാവഹത്യ നടത്തുന്ന നിലയിലേക്ക് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന നിലയിലേക്ക്, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരുൾപ്പെടെ പറയുന്ന നിലയിലേക്ക് അടക്കം ചില പ്രചരണങ്ങൾ, ചില പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ നേരത്തെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഈ പെൺകുട്ടിയുടെ ഈ അതിജീവിതയുടെ ചിത്രം പരസ്യമാക്കുന്ന നിലയിലേക്ക് നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് അത് വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതാണ് അതിജീവിത എന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന നിലയിലേക്കുള്ള ചില പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി വരുന്ന സാഹചര്യമുണ്ടായി. അത് ചില പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിലൊരാളാണ് സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ, മറ്റ് മഹിളാ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, നിരവധി മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇത്തരം പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് എന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും സൈബർ വിങ്ങിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നു. അതിൽ ആദ്യത്തെ അറസ്റ്റാണ് രാഹുൽ ഈശ്വറിൻ്റേത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും നേരത്തെ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ആദ്യം ചുമത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 75(3) വകുപ്പ് കൂടി ചേർത്ത് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വകുപ്പ് കൂടി ഈ എഫ്ഐആറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിലെ തീരുമാനം. ശ്രീനന്ദി. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയെ അപമാനിച്ച രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയതിനാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.